റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വിഷയമാണ്. കോടയൊക്കെ ഇന്ന് കുറച്ച് കുറവാന്ന് തോന്നി. 7 മണിയാവുന്നു. താഴത്തെ അവിടെ പവർ ഹൗസ്. സൂര്യനാന്ന് തോന്നല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മൂന്നാറിൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ബ്ലൂ ഇതാണ് നമ്മുടെ റിസോർട്ട് വിന്റർ കസ. മൂന്നാർ വന്നിട്ടുണ്ട്. മൂന്നാർ മൊത്തത്തിൽ ചേഞ്ച് ആയിപ്പോയി. ഇല്ല, നമ്മുടെ എന്തായിരുന്നു ചതിക്കാതെ എന്ത് അത് ചോദിക്കുന്ന ഇതിക്ക് മുന്നാടി നീ ഭദ്രാസ് വന്നിരിക്കാന്ന് ചോദിക്കുന്ന പോലെ മൂന്നാർ ആദ്യമായിട്ട് വന്നിട്ട് പറയാം മൂന്നാർ മൊത്തത്തിൽ മാറിയെന്ന്. 2 തവണ വന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ മാറിയെന്ന്. അങ്ങനെ നമ്മൾ ഇന്നലെ ചിത്തിരപുരത്തായിരുന്നു ഇവിടെ താമസിച്ചത്. അപ്പൊ ചിത്തിരപുരത്തു നിന്ന് നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എരപ്പാണ് സഹിക്കാൻ പറ്റാത്ത എഫമിന്റെ. സിറ്റിയിൽ വന്നു. ഇനി നമുക്ക് പോകേണ്ട റൂട്ട് ടേൺ ലെഫ്റ്റ് ഓൺ ടു മുന്നാർ ടോപ്പ് സ്റ്റേഷൻ ഹൈവേ റൂട്ട്. നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ 37 കിലോമീറ്റർ ഈ റൂട്ട് തന്നെ. അതാണ് ടോപ്പ് സ്റ്റേഷൻ. മൂന്നാറിൽ നിന്ന് 38 കിലോമീറ്റർ കറക്റ്റ്. അപ്പൊ നേരെ അങ്ങ് വിടാം. ഓക്കെ, നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ചിത്തിരപുരത്താണ്. അപ്പൊ ചിത്തിരപുരത്ത് ഏകദേശം എത്ര കിലോമീറ്റർ വന്നു കാണും? 6 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കും. നമ്മൾ റോസ് ഗാർഡനിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ വഴി കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനാണ് ഏറ്റവും ദൂരെയുള്ളത്. അപ്പം ദൂരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നൈറ്റ് ആകുന്നതിന് മുമ്പ് വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ വന്നിരിച്ച് പൂ എനിക്ക് ഗ്രീൻ ടൈപ്പിൽ ഇങ്ങനെ വരത്തില്ലേ, കണ്ടതുപോലത്തെ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടം. Take the next right to stay on Munnar Top Station Highway. ടോപ്പ് സ്റ്റേഷൻ 34 കിലോമീറ്റർ. മാട്ടുപ്പെട്ടി ഡാം 10, ടോപ്പ് സ്റ്റേഷൻ 34. ഇങ്ങോട്ടല്ലേ? ഏറ്റവും ടോപ്പിലെത്തി. കാരണം ഈ മലകളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോൾ വലിയ ഹൈറ്റ് കണ്ട മലയൊക്കെ ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ. മൂന്നാറിലെ സ്കൂൾ, ഹൈ റേഞ്ച് സ്കൂൾ. റിപ്പിളിന്റെ റിപ്പിൾ ടീ ഇല്ലേ, ഫാക്ടറി. ഇവിടെ ചോക്ലേറ്റിന്റെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റിന്, ഇന്നത്തെ ക്ലൈമറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. നേരം വെളുത്ത് വരുന്ന, നേരം വെളുത്തല്ല, 9:45 സമയം. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി ഡാം ഇതൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ള
സ്ഥലങ്ങളാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങും. റാഷ് ഡ്രൈവിംഗ്. പെട്ടെന്ന് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ഒറ്റ വളക്കിൽ. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മെയിൻ ജംഗ്ഷൻ പോലുള്ള സ്ഥലത്ത് വന്നിട്ട് നമ്മൾ അകത്തോട്ട് ടോപ്പ് സ്റ്റേഷനിൽ വണ്ടി കയറുമെന്ന് വെച്ചപ്പോൾ അവരുടെ വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു അകത്തോട്ട് വണ്ടി ഒന്നും വിടില്ലെന്ന്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ഒത്തിരി കാറൊക്കെ പോവുക ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ 2 കൽപ്പിച്ച് കാർ എടുത്ത് മുന്നോട്ട് വന്നു. പക്ഷേ വണ്ടിയൊക്കെ കയറ്റി വിടുമായിരുന്നു കേട്ടോ. അവർ വെറുതെ ചുമ്മാ പറഞ്ഞതാണ്, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ് വണ്ടി വിടില്ല എന്ന്. ടോപ്പ് സ്റ്റേഷനകത്ത് ഒരു പോയിന്റ് വരെ വണ്ടി വിടും. നമ്മൾ ആ ജംഗ്ഷനിൽ വന്നിട്ട് അവർ പറയും നമ്മളോട് വണ്ടി വിടത്തില്ലെന്ന്. ചുമ്മാ പറയുന്നതാണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അകത്തോട്ട് വണ്ടി ആ ഒരു എൻട്രൻസ് വഴി അകത്തോട്ട് കയറ്റി അവിടെ ഈ ഒരു സ്ഥലം ഇവിടെ വരെ നമുക്ക് വണ്ടി വരും. അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം കട്ടിപ്പൊളിക്കാറ്റ്. കാറിനകത്തിരുന്നപ്പോൾ അറിയത്തില്ലായിരുന്നു തണുത്ത കാറ്റിന്. അതൊക്കെ നല്ല അടിപൊളി. കോടയൊക്കെ ഇങ്ങനെ പറന്ന് അവിടെ തുണിയൊക്കെ വിരിച്ചിട്ട് അവിടെ വരെയാണ് കേട്ടോ നമ്മുടെ വണ്ടി. നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അകത്തോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും വിടത്തില്ല. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ജസ്റ്റ് നടക്കണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നടക്കുമ്പോൾ ക്ഷീണവും കാര്യങ്ങളും ഒന്നും തോന്നത്തില്ല. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ഓപ്പൺ ഏരിയ പോലെ കണ്ടു. അപ്പോൾ അവിടെ ഒരുപാട് കോടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളവിടെ ജസ്റ്റ് ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ പെരിയാർ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ജീപ്പുകാരോടൊക്കെ എക്സാക്റ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരത്തില്ല. അവർ അവരുടെ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാം അകത്തോട്ടൊന്നും കയറ്റത്തൊന്നും ഇല്ല എന്ന്. ഇല്ല അയ്യോ അതല്ലേ ഉച്ചയായപ്പോ ഇങ്ങനെ രാവിലെ കൂടെ വരുമ്പോ എന്തോ ഈ ഡ്രീം ക്യാച്ചർ കെട്ടി തൂക്കിട്ട നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് ഊരിക്കളയത് ഇല്ല. അങ്ങനെ വൈഫ് ഉണ്ടല്ലോ. അതാ അത്രേ ഉള്ളൂ കേട്ടോ. വഴിയേ ഇരിക്കുന്ന കുരങ്ങിനെ വിളിച്ച് വരുത്തുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷന്റെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നോട് നമുക്ക് താഴോട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പൊ കോട കയറി കിടക്കുന്നതുകൊണ്ട് അധികം അങ്ങനെ താഴോട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും പീക്കിലുള്ള പോയിന്റ്. ഇവിടുന്ന് പിന്നെ താഴോട്ട് നമുക്ക് ഇങ്ങനെ വളഞ്ഞ് കുറെ വഴികളുണ്ട്. അതുവഴി നമുക്ക് കുറെ ഏരിയ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് പറ്റും. ഇതിപ്പോ കൊച്ചു വെളുപ്പാങ്കാലം ഒന്നും അല്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോ തന്നെ 11:45 12 മണിയൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ ഇത്രയും കോടയാണ്. അപ്പൊ അതിരാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല
കോടയായിരിക്കും. അപ്പോൾ കുറച്ച് ഏരിയ താഴോട്ട് ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ ഇറങ്ങിപ്പോവാം. അങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ട് താഴെ ചെല്ലുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ഈ ഇറങ്ങി പോകുമ്പോൾ സൈഡിൽ കാണുന്ന കാര്യങ്ങളും പിന്നെ ഒരു ട്രക്കിംഗ് പോലൊക്കെ എൻജോയ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ ഓരോ പോയിന്റും താഴോട്ട് ചെല്ലുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പൈസ കൊടുക്കണം കേട്ടോ. 20 രൂപ 30 രൂപ. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങണമെങ്കിൽ 20 രൂപ കൊടുക്കണം. അങ്ങനെ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ കുറച്ച് ദൂരം താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വരെ മെനക്കെട്ട് വന്നതല്ലേ. അവര് തൃശ്ശൂരുകാര്. അപ്പം ഇതാണ് ഗായ്സ് ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് വെറുതെ അവിടെ വരെയൊക്കെ പോവാം. പക്ഷെ ഇവിടെ ഇത്രയും നിന്നാൽ കാണാവുന്നേ ഉള്ളൂ. സൈറ്റിലോട്ട് വലിയ ആളൊന്നുമില്ല കേട്ടോ, കുറച്ച് ആൾക്കാർ. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടിറങ്ങാൻ വേണ്ടിയിട്ട്, അവിടുന്ന് ബാക്കിൽ നിന്ന് താഴോട്ടിറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നതേ ഇത്രയും. ഇവിടെ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യാൻ, റീൽസ് എടുക്കാൻ അങ്ങനെയൊക്കെ അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. താഴെ നിന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആകാശീത മഞ്ഞീത എന്നൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. സൂര്യഭഗവാനെ ഒന്നും കാണുവാനേ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു കുണ്ടല ഡാമാണെന്ന് തോന്നുന്നു അടുത്ത ലൊക്കേഷൻ. നമ്മൾ കുറേ പ്ലാനിങ്ങൊക്കെ ഉണ്ട്. കുറേ പ്ലാനിങ് ഉണ്ട്. നമ്മൾ ആദ്യമേ 13 സ്ഥലമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ആദ്യം ഇങ്ങോട്ടാണ് വന്നത്. ഇനിയിപ്പം ഇതാണ് ഏറ്റവും ദൂരം, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏറ്റവും ദൂരമുള്ള ഒരു 38 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങോട്ട് തന്നെ വന്നു. ഇനി തിരിച്ച് പോകുന്നതോറും ഓരോ സ്ഥലങ്ങൾ കണ്ട് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 13 പ്ലേസസ് ആണ്. നമ്മൾ അതെല്ലാം കവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒട്ടും അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സൺലൈറ്റ് എന്ന് പറയുന്നൊരു സാധനമേ ഇവിടെ ഇല്ല. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഓരത്തെ കുഞ്ഞു വഴിയാണ് തിരിച്ച് കയറാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് നല്ലപോലെ കയറുക. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പം നല്ല സുഖമായിരുന്നു. പക്ഷെ തിരിച്ച് കയറാൻ നേരത്ത് അടിപൊളി ക്യാബാണ്. പട്ടി അടയ്ക്കുന്ന അവസ്ഥ. അയ്യോ, ഇവിടെ അതേ പലരും സ്റ്റാൻഡായി. അയ്യോ, ഇനിയും കയറാണ്ട്. ടോപ്പ് സ്റ്റേഷൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ തിരിച്ച് കയറിയിട്ട് വന്നിട്ട് കുറച്ച് തേയിലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏലക്കാപ്പൊടിയും തേയിലപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ തേയില വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചു. இதெல்லாம் 120 நல்லா சாப்பிட்டு. இது வந்து 150 அரை கிலோ எடுப்போம். இது 100 ഏതിട്ടാണ് പാക്കേജ് ഓഫർ പ്രൈസ് ഒന്നുമില്ല. കാർഡമം ടീ പൗഡർ, പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചു. തേയിലയും ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുന്തിരിയുടെ ഒരു വൈൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫ്ലേവറിലുള്ള വൈൻസും ഉണ്ട്, നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്തിരിയാണ് നേരത്തെ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ മുന്തിരി വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ നേരത്തെ കേട്ടോ, നേരത്തെ സ്ട്രോബെറിയുടെ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറച്ച് വിലയാണ്, നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ ഇവിടുന്ന് 2 കമ്മൽ വാങ്ങിച്ചു. ഇതൊരു ദേവിയുടെ പോലത്തെ ഒരു ഇത് വന്നിട്ട് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ജിമിക്കി, രണ്ടും കൂടെ 100 രൂപ. നമ്മുടെ നാട്ടിൽ അതുപോലത്തെ ഒക്കെ സ്ഥലം വിലയേ ഉള്ളൂ. നാട്ടിൽ 60 രൂപയൊക്കെ ആയിരിക്കും ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹിൽ സ്റ്റേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ വട്ടവടയിലേക്ക് ഒരു യാത്ര തിരിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. നേരെ ഇനി വട്ടവട. നമ്മൾ സ്ട്രോബെറി എവിടെ നിന്ന് വാങ്ങിച്ചില്ല കേസ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം ഇനി പോകുന്ന വഴി വട്ടവടയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് വട്ടവടയൊക്കെ ഒത്തിരി സ്ട്രോബെറി തോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പം അവിടെ നോക്കാം, കുറച്ചുകൂടെ വില കുറവായിരിക്കും. ഇവിടെ എന്തോ ഇവിടെ ഭയങ്കര വിലയാണ്. ഒരു കട മാത്രമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. വട്ടവടയൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ വന്ന് കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അടിക്കടിക്ക് ഒത്തിരി വെച്ചിരിക്കുമ്പം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളതിന് ചെറിയ
നമുക്ക് വിലയിൽ വ്യത്യാസം വരും. വട്ടവട നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പോണോ വേണ്ടായോ എന്നൊക്കെ പലതവണ ആലോചിച്ചു. പിന്നെ നമ്മൾ എന്തായാലും വട്ടവട പോവാമെന്ന് വിചാരിച്ചു. കാരണം യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വട്ടവടയൊക്കെ എന്തോ സ്പെഷ്യലായിട്ടൊക്കെ എന്തൊക്കെയോ കാണാനുണ്ടെന്ന് കണ്ട് അങ്ങനെ വട്ടവടയ്ക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വളവ് ഇങ്ങോട്ട് കഴിയുമ്പോൾ അപ്പോൾ വട്ടവടയ്ക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ആണെന്നൊരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടത്തെ ചെക്ക് പോസ്റ്റാണ്. വട്ടവടയ്ക്ക് പോകണമെങ്കിൽ നമ്മുടെ വണ്ടി നമ്പർ ഇവിടെ എഴുതി കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ വണ്ടി നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ വട്ടവട 8 കിലോമീറ്ററാണ്. പക്ഷേ റോഡ് കുറച്ച് ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറച്ച് ഇളക്കമുള്ള റോഡായിരുന്നു. ആ റോഡാണെങ്കിൽ നമുക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് നല്ലതാണെങ്കിൽ നമ്മൾ 8 കിലോമീറ്റർ പെട്ടെന്ന് ചെല്ലും. വണ്ടിയുടെ നമ്പർ എഴുതി കൊടുത്തു. അപ്പോൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുത്താൽ എന്തോ തോന്നുന്നു പേയ്മെൻ്റ് ഒന്നും ഇല്ലായിരിക്കും. വണ്ടി നമ്പർ കൊടുത്താൽ മതിയോ? പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ടേ? വഴിയിലൊന്നും ഇറങ്ങരുത്, വണ്ടി തന്നെ ഇരിക്കാം. ഫോറസ്റ്റ് ഏരിയ ആണ്. ആനിമൽസ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് വഴിയിൽ ഇറങ്ങരുത് എന്ന്. നമ്മളതിലും അങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല. നേരെ വട്ടവട. അങ്ങനെ നമ്മളിതേ വട്ടവടയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ജീപ്പ് സവാരി എന്ന് പറഞ്ഞ് കുറേ ചേട്ടന്മാരിങ്ങനെ ജീപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ ഇനി അങ്ങോട്ട് മുന്നോട്ട് വണ്ടി പോയില്ലെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് ടോപ്പ് സ്റ്റേഷനിലെ പോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുവാണെന്ന്. പക്ഷേ ഇങ്ങോട്ട് വന്ന വഴിക്കും റോഡ് കുറച്ച് ഇളക്കമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഈ വട്ടവട ജസ്റ്റ് ഒന്ന് പോയി കാണുക വരിക എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ജീപ്പ് സവാരി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് അവർ ഓരോന്നൊക്കെ പറഞ്ഞ് വട്ടവടയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാ വിചാരിച്ചു നമ്മൾ പോയെന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചേട്ടനാണ് കേട്ടോ നമ്മളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ജീപ്പിൽ 2 പേർക്ക് 2000 രൂപയാണ് ഒരു ജീപ്പ് സവാരി. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊക്കെ നമുക്ക് പോകുന്ന വഴി ഡീറ്റെയിൽ ആയിട്ട് കാണാം. പണ്ട് കാലത്ത് എങ്ങനെ അതേപോലെ തന്നെ വീടുകൾ മാത്രം ഇത്തിരി ഇതായാലും പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വെച്ചിട്ട് അതിനൊരു ഓവർ ബിൽഡപ്പ് ഇല്ല, ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വെജിറ്റേറിയൻ പച്ചക്കറി, ശീതകാല പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവട മാത്രമേ ഉള്ളൂ. വെളുത്തുള്ളിയാണ് ഏഷ്യയിലെ ISA ഉള്ളത്. ഇന്നത്തെ വെളുത്തുള്ളി വന്ന് നമുക്ക് കൂടുതലുള്ളതാണ്. കൂടുതൽ ചർച്ച ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം. വട്ടവട വെളുത്തുള്ളി നടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് 600 രൂപ സർക്കാർ റേറ്റ്. നിങ്ങൾ അവിടെയൊക്കെ ഈ വെളുത്തുള്ളി മേടിക്കണമെങ്കിൽ ഇത് കിട്ടൂല. ഇത് കൂടുതൽ എക്സ്പോർട്ടാണ്. മരുന്നിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പോർട്ടാണ്. പിന്നെ മരുന്നിന് വേണ്ടിയിട്ട് മാത്രം സബ് ചെയ്ത് മേടിക്കുന്നവരുണ്ട്. ഇത് കൂടുതലാണ്. ബസ് ഇവിടെ വരെ ഉള്ളോ? പുള്ളി വിചാരിക്കേക്ക് വട്ട ഇതാണ് വട്ടവട ടൗൺ. ബസ്സൊക്കെ ഇവിടെ വരെ ഉണ്ട്. കൂടുതലിങ്ങനെ 14 വാർഡാണ്. ഇതിൽ ഏറ്റവും ഇത്തിരി ഒരു പോവില്ല. ഇതല്ലേ വട്ടവട ടൗൺ പോലെ? ഇതാണ് ഇതാണ് വട്ടവട ടൗൺ. ഗൈസ് നമ്മളങ്ങനെ
വട്ടവടയിൽ എത്തിയിരിക്കുകയാണ്. വട്ടവട കഴിഞ്ഞു, ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു ജീപ്പ് എടുത്തിരിക്കുകയാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിച്ചേട്ടൻ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഡീസൽ അടിച്ചതിന് ശേഷം നമ്മൾ പോകുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഹൈറ്റ് ഉണ്ടോ? മറ്റേ എറണാകുളത്ത് മരിച്ച പയ്യനില്ല അഭിമന്യുവിന്റെ വീട്. നമുക്ക് കാണാം. ഇതാണല്ലേ അഭിമന്യുവിന്റെ. ഈ കാണുന്നതാണ് നമ്മുടെ മഹാരാജാസ് കോളേജിൽ ഒരു 5-6 വർഷം മുമ്പ് ഒരു പയ്യൻ മരിച്ചില്ലേ, അഭിമന്യു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ജനിച്ച സ്ഥലമാണ് ആ കാണുന്നത്. ഫോട്ടോ ഒക്കെ ഏത് സിനിമ? നായാട്ട്. അതിനകത്ത് ആ സിനിമ കണ്ടിട്ടുണ്ടോ? അത് പോയിട്ട് ഇതല്ലേ ആ സിനിമ. അതിനകത്ത് ഒരു വെള്ളച്ചാട്ടം ഇല്ലേ, അതാണ് ആ കാണുന്ന വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം. പിന്നെ ഈ പച്ച വീടുണ്ടല്ലോ, അതിലാണ് അവർ ഷൂട്ട് ചെയ്ത വീട്. അതാ നമ്മുടെ നായാട്ട് സിനിമ കുഞ്ചാക്കോവൻ്റെയും നിമിഷ സജയനൊക്കെ അഭിനയിച്ച് ജോജു ചേട്ടനൊക്കെ അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനാണ്. ഇപ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ വീട് കാണുന്ന, അതിനകത്താണ് അവരന്ന് താമസിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ ചെറിയ വാട്ടർഫോൾസ് ആണല്ലേ, അപ്പോൾ അതൊക്കെ ആ സിനിമയിലൊക്കെ ഉള്ളതാണ്. അത് അടിപൊളിയാണ്. ജീപ്പിലേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇങ്ങോട്ടൊക്കെ. നല്ല അടിപൊളി ലൊക്കേഷൻ. ഒരു വഴിയിലൊരു ചേച്ചി കഴിഞ്ഞ് നമ്മൾ വീടുകളാണ്. അപ്പൊ അവര് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ വെളിയിലോട്ട് വരത്തില്ലേ? വരും. അതൊക്കെ പെണ്ണുങ്ങളൊക്കെ കൂടുതൽ വരൂല, ആണുങ്ങളും വരും. ഈ മലയുടെ അപ്പുറത്ത് ആദിവാസികളാണ്. അപ്പൊ അവര് ഒട്ടും അപ്പുറം അവരങ്ങനെ പുറത്തോട്ടൊന്നും വരാറില്ല. അവർക്കൊക്കെ ഇപ്പോഴും മനുഷ്യരെ കണ്ടാൽ പേടിയാണെന്നാണ്. അപ്പോൾ ആ പോയിന്റിൽ കുറച്ച് വീടുകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അവർ വളരെയധികം പ്രാചീനമായിട്ടുള്ള ട്രൈബൽസ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് പുറം ലോകമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും നമ്മളെപ്പോലുള്ള മനുഷ്യർ, അതായത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പേടിച്ച് ഓടും അവരെന്നാണ് പറയുന്നത്. ഇതാണ് കേരളത്തിന്റെ ലാസ്റ്റ് അമരാവതി ഡാം കേട്ടിട്ടില്ല? അമരാവതി ഡാമിന്റെ വെള്ളം കിടക്കുന്ന ഈ മലയുടെ ഇടയ്ക്കാണ്. അപ്പൊ അത് ആ വെള്ള വെയിൽ കാണുന്ന മൊത്തം അതിനപ്പുറം തമിഴ്നാടാണ്. അത് ചൂട് ഏരിയ, ഇങ്ങോട്ട് തണുത്തു. അപ്പോൾ ഇവിടെ താഴെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മുകളിൽ വരെ ജീപ്പ് വരത്തുള്ളൂ. പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് താഴോട്ട് പോകുന്നത് തമിഴ്നാട്ടിലാണ്, മേളിലേക്ക് കേരള. അപ്പോൾ ഈ വെള്ളച്ചാട്ടം ചെലഞ്ചാർ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് അത് നേരത്തെ ഞങ്ങൾ അതിലേ വന്ന് അങ്ങ് താഴേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ ഡേഞ്ചറാണ്, കുളിക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഇച്ചിരി ഇതായിട്ട് ഒരു ഡേഞ്ചറായപ്പോൾ അങ്ങോട്ട് നമ്മൾ നിർത്തി. അത് നിർത്തിയിട്ട് നമുക്ക് അവിടെ എന്താ പണി നടക്കുന്നുണ്ടല്ലേ? ഇവിടെ ഈ ചെക്ക് ഡാം, ഇവിടെ നമുക്ക് ജൽജീവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് ഇടയ്ക്ക് പ്രശ്നമായത് കേരളം തമിഴ്നാടായിട്ട്. ചിലഞ്ചാറ്റിക്ക് ഒരിക്കൽ ചെക്ക് ഡാം പണി കേരളം തമിഴ്നാടായിട്ട് ട്രാൻസ്ഫേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ
കണക്ടിവിറ്റി കുറവാണ്. ജിയോയ്ക്ക് ചിലപ്പോൾ ഒരു പോയിന്റ് കിട്ടുന്നില്ലെങ്കിൽ ഇല്ല. ആ ഇതിപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഇപ്പം നമ്മൾ കേവിലേക്ക് കേവോ? കേവ് പാലയിലേക്ക്. ഇവിടെ മൃഗങ്ങളുടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഇതെല്ലാം പ്രൈവറ്റ് ലാൻഡാ, ഇതെല്ലാം പട്ടയ സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അതേ കൂടി ഇങ്ങനെ നടന്ന് വരണം ഇങ്ങോട്ടേക്ക് വരെ. നമ്മളൊരു കേവ് കാണാൻ വേണ്ടിയിട്ട്, ഒരു ഗുഹ പോലെ എന്തോ സംഭവം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് കയറണോ? ോട്ട് കയറാനോ? വെള്ളമാണോ? വെള്ളമില്ല, കേവ് ആൾക്കാർ എല്ലാം കയറി പോയി വരുന്നതാ. ഇതാണ് രുദ്രാക്ഷ മരം. ഇത് ഇതില്ലേ ഇത് രുദ്രാക്ഷം കിടക്കുന്നുണ്ടോ? ഇതെല്ലാം ചുമ്മാ ഉള്ള രുദ്രാക്ഷമാണ്. ഇതാണ് ഗിരി. അകത്തോട്ടൊന്നും കയറാൻ കേട്ടോ. അല്ല പാമ്പ് ആൾക്കാർ എപ്പോഴും കയറി ഇറങ്ങുന്നതാ. ഇപ്പൊ നേരത്തെ വന്നില്ലേ? കയറണോ? ഓ ജസ്റ്റ് കണ്ടുപോവാ. ജസ്റ്റ് ഇതില്ലേ, നമുക്കിപ്പോ ഇതിലാണ് പോകേണ്ടത്. ഇതിലേ പോയി അങ്ങനെ പോയി മേളിലേക്ക് കയറും. പിന്നെ ഇതില് ഇതുണ്ട്, അത് പേടിയുള്ളവരൊന്നും പോകാൻ പറ്റില്ല. അതിൽ പോകാൻ പറ്റില്ല. ഇതില് പോയി കഴിഞ്ഞാൽ മേളിൽ കയറാൻ പറ്റും. അതേപോലെ ഇവിടെ ഉണ്ട്, അപ്പൊ നല്ല കാണിക്കാം. അപ്പൊ അതെ, പക്ഷെ ഇതുപോലെ കേറുന്നത് കയറി ഇറങ്ങുന്നത് ഒരു പ്രത്യേക ഒരു എന്റർടൈൻമെന്റ്, നല്ലൊരു അപ്പോൾ പുള്ളി പറഞ്ഞത് താഴേന്ന് ഒരു ചെറിയൊരു ഊട്ട പോലെ ഉണ്ട് കേട്ടോ. അതിനകത്തൂടെ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ ദേ ഇവിടെ ഒരു ദ്വാരം പോലെ കണ്ടില്ലേ, അതിനകത്ത് വന്ന് കയറാം. പക്ഷെ നമുക്ക് പേടിയുണ്ട്, നമ്മൾ കയറുമൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം ഇവിടുന്ന് കാണാൻ വലിയ സുഭാഷ് കുഴി വീണ പോലെ കാണാൻ കുഴി വീണ് കഴിഞ്ഞാൽ പിന്നെ വലിയ സീനാകും. അപ്പോൾ ആ ഗുഹയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറി പോകുന്ന ഇറങ്ങി വരുന്ന വഴി കുറച്ച് ടാസ്ക് ഇതുപോലെ, കാരണം കല്ലൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്ന വഴിയായതുകൊണ്ട് നമുക്ക് ഇറങ്ങി വരാൻ സുഖം. അങ്ങോട്ട് കയറാൻ നേരം നമുക്ക് നല്ലപോലെ അണയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഗുണാഗേവിൻ്റെയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്തോടെ കയറി വരാനൊരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും, ആ ചേട്ടന് മാത്രമല്ലേ ഉള്ളൂ, എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ ഭയങ്കര റിസ്ക് ആവില്ലെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇതുപോലൊരു തടിപ്പാലം കിടന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് അപ്പോൾ ആ ചേട്ടൻ നല്ല കോപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. പുള്ളി നന്നായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരികയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൂന്നാറിലെ കൂടുതൽ വീഡിയോസ് എടുക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ട് ഉള്ള സംസാരവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. അങ്ങനെ നമ്മളിനി മുകളിലൊരു സ്ഥലത്ത് ജീപ്പ് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഈ വെള്ളം ഓക്സിജൻ കൂടിയ വെള്ളമാണ്. അത് ചിലഞ്ചാർ വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ടെസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഓക്സിജൻ ശതമാനം കിട്ടും. ഇവർ ചെക്കിടാൻ പറയുന്നതുകൊണ്ട് അതിൻ്റെ ഇത് ഇട്ടേക്കുന്നേ ഉള്ളൂ. ഭയങ്കര അങ്ങനെ വെള്ളം എടുത്ത് ഇത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഈ നീലക്കുറിഞ്ഞി ഉണ്ടാവുമ്പോ ഇവിടെ എല്ലാം പൂവായിരിക്കും അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴാ പൂത്തത്? 2028 ഇവിടെ പൂക്കുള്ളൂ. 2028 നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? വട്ടവട വ്യൂ പോയിന്റ്. താഴെ മുഴുവൻ വട്ടവടയുടെ ഗ്രാമങ്ങൾ ഫുള്ള്. ഈ വ്യൂ പോയിന്റിന്റെ പേരെന്തോ? ഇതാണ് പഴത്തോട്ട വ്യൂ പോയിന്റ്. ഈ മലയുടെ അപ്പുറം കൊടൈക്കനാലാ. കൊടൈക്കനാല്. ഈ മലയുടെ അപ്പുറം കൊടൈക്കനാൽ, മലയുടെ ഇപ്പുറം കേരളം, തമിഴ്നാടാണ്. അങ്ങനെ നമ്മൾ വട്ടവടയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല അടിപൊളി, അതായത് മലയുടെ ഏറ്റവും ടോപ്പ്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന മലയുടെ നേരെ ഇതിലായിട്ട്, അത് ഇനി മുകളിലോട്ട് മലയൊന്നും കാണത്തില്ല, അതുപോലെ അത്രയും ടോപ്പിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ താഴെ കാണുന്നതെല്ലാം വട്ടവടയുടെ ഗ്രാമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ആ മല നേരെ ഫ്രണ്ടിൽ കാണുന്ന മലയുടെ ഓപ്പോസിറ്റ് തമിഴ്നാട് കൊടൈക്കനാലാണ് കേട്ടോ. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്
സ്റ്റേ ഹോം സ്റ്റേ ഒക്കെ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മല നിറച്ച് ഊട്ടിപ്പൂവുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് പറിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ യെല്ലോ കളർ പൂ ഊട്ടിപ്പൂ. ഇപ്പോൾ വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഊട്ടിപ്പൂ എന്ന് പറയുന്ന പൂവ്. ഇതാ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഇതൊരു 1.5 വർഷത്തോളം യാതൊരു കേടും ഇല്ലാതെ ഇതിങ്ങനെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 2-3 പൂവൊക്കെ പറിച്ചു വീട്ടിൽ കൊണ്ടുപോയി ഒരു മെമ്മറീസായിട്ട് നമ്മളിപ്പോൾ യാത്രയുടെ ഒരു മെമ്മറീസായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2-3 പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സത്യമായിരുന്നു. കാരണം ഇപ്പം നമ്മൾ പോയിട്ട് വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ ഈ പൂവൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയി. ഈ പൂവ് അതുപോലെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഫോട്ടോ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം പൂവിൻ്റെ. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസംബറിലായിരുന്നു നമ്മൾ വട്ടവട പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ടുള്ള പൂവാണ് കേട്ടോ. നമ്മളിതിൻ്റെ 1-2 തൈയൊക്കെ പറിച്ചുകൊണ്ട് വെച്ചെങ്കിലും അത് കിളിച്ചില്ല. പൂ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ഇല പൊഴിഞ്ഞു പോവും. പൂവൊക്കെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. കിളിക്കുമോ? അതെ. അടുത്ത് നമ്മൾ വട്ടവട വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. ഒരു കുഞ്ഞു വഴിയാണ് വഴി പോയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വട്ടവടയുടെ ഗ്രാമങ്ങളൊക്കെ കാണാം. ചെറുതായിട്ടൊരിത്. ചിലപ്പോൾ ആ വാട്ടർഫോൾസിൽ വരുന്ന വെള്ളമായിരിക്കും. അങ്ങനെ നമ്മൾ വട്ടവട വെള്ളച്ചാട്ടത്തിന് എത്തി ഗൈസ്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് വട്ടവട ഹണി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വട്ടവടയിലെ ഹണി മ്യൂസിയം. ഇവിടെ ഹണി നമുക്ക് സെയിലുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയത്തിൽ കുറേ നമ്മുടെ തേനീച്ചകളുടെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. തേനീച്ചക്കൂടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു തേനീച്ചക്കൂടിന് നമ്മൾ ബീ ഹൈവ് എന്നാ പറയാ. ഒരു ബീ ഹൈവിൽ 3 ടൈപ്സ് ബീസ് ഉണ്ടാവാം. മെയിൽ ബീസ് ഉണ്ടാവും, ഫീമെയിൽ ബീസ് ഉണ്ടാവും, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വീൻ ഉണ്ടാവും. ഈ മെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ചക്കൂട്ടിലെ മടിയന്മാരെന്ന് അവരെ പറയുന്നത്. ഇവരെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബീസ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തേനും പൂമ്പൊടിയൊക്കെ കഴിച്ചു ചേർക്കലും പിന്നെ റാണിയുമായിട്ട് മേറ്റ് ചെയ്യുന്നതോടുകൂടി ചത്തുപോവാണ് മെയിൽ ബീസ്. ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കർ ബീസ് എന്ന് അറിയപ്പെടുന്നത്. ഇവരാണ് ഒരു തേനീച്ചക്കൂട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഈ കൂട് ഉണ്ടാക്കുന്നതും കൂടിനെ സംരക്ഷിക്കുന്നതും റാണിയെ സംരക്ഷിക്കുന്നതും പിന്നെ ഹണി കളക്ട് ചെയ്തുകൊണ്ട് നാറുകളെ സൂക്ഷിക്കുന്നതും പിന്നെ ഈ റാണിയെ സെലക്ട് ചെയ്ത്. ഹണി മ്യൂസിയത്തിൽ നമുക്ക് തേൻ അതുപോലെ കാട്ടുൽപ്പന്നങ്ങളൊക്കെ സെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ നിന്ന് നമ്മൾ ഒരു രക്തചന്ദനത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് കസ്തൂരിമഞ്ഞളും പിന്നെ കുറച്ച് തേനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹണി മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിന് സ്ട്രോബെറി തോട്ടമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആകുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ട്രോബെറികളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും തോട്ടം അതിൻ്റെ ചെടികളും കുറച്ച് സ്ട്രോബെറികളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഈ ഷീറ്റ് പോലെ വിരിച്ചിട്ടിരിക്കുന്നതിൻ്റെ അടിയിലൊക്കെ സ്ട്രോബെറി തൈകൾ നട്ടിരിക്കുകയാണ് കേട്ടോ. അത് വളർന്നു വരാനായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ കവറിന് പുറത്തേക്ക് ഇതുപോലെ അവരിത് റിലീസ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് സ്ട്രോബെറികളേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് സ്ട്രോബെറികളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി സീസൺ അല്ലെന്ന് തോന്നുന്നു. കാരണം കുറച്ചേ ഉള്ളൂ.
അങ്ങനെ ഹൈ ലവ് വട്ടവട എന്ന രീതിയിൽ അവിടെ നിന്ന് നമ്മളൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ സ്ട്രോബെറി തോട്ടം കൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആ ജീപ്പ് പാക്കേജിലുള്ള സ്ഥലങ്ങളെല്ലാം കവറായി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇനി നമ്മളെ പിക്ക് ചെയ്ത് എവിടെയാണോ അവിടെ ഇവർ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ വരുന്ന വഴിയാണെങ്കിൽ ഒരു സ്ട്രോബെറിയുടെ പൈനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വട്ടവട യാത്രയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് മുനിച്ചന്ദ്രനാണ്. നമ്മൾ ഇവരെ വട്ടവടയിൽ മൊത്തം എല്ലാം കാണിച്ചു. അപ്പോൾ എങ്ങനെ പോയതെല്ലാം ഇഷ്ടപ്പെട്ടു? എല്ലാം നല്ലതായിരുന്നു, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ഇറങ്ങി. ഇപ്പോൾ സമയം മണി 3:45 നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ 2000 രൂപ മുടക്കിയെങ്കിൽ അതൊരു നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ പോയതിൽ പകുതിയൊക്കെ നമുക്ക് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ഒത്തിരി ലോങ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ആ ചേട്ടനാണെങ്കിൽ നല്ലപോലെ നല്ല രീതിയിൽ നമ്മളോട്ട് സഹകരിച്ചു കേട്ടോ. അങ്ങനെ നമ്മള് വട്ടവടയിൽ നിന്ന് നേരെ തിരിച്ചു. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ജീപ്പ് സവാരി. അത് പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. നമ്മൾ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ വട്ടവടയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നത്. കാരണം ഈ കാറിലൊക്കെ അങ്ങോട്ട് പോകാന്നൊക്കെ പറയുന്നതൊന്നും പോസിബിൾ അല്ല. കാരണം അവർ പറഞ്ഞപ്പോഴും നമ്മൾ വിശ്വസിച്ചില്ല. ചിലപ്പോൾ ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരിക്കലും നമുക്ക് കാറും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ കാറിന്റെ കാര്യം അതോടുകൂടി തീരുമാനമാകും. അതുകൊണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു. പുള്ളി എല്ലായിടത്തും നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. എല്ലാം കാണിച്ചൊക്കെ തന്നു. വട്ടവട ഓൾമോസ്റ്റ് നമ്മൾ കണ്ടു. ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ജസ്റ്റ് വട്ടവട ടൗൺ മാത്രം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. അങ്ങനെ നമുക്ക് വട്ടവട മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ ഈ നേരെ വട്ടവടയിൽ നിന്ന് പോകുന്നത് നമ്മൾ കുണ്ടല ഡാമിലോട്ടാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കഴിക്കാം. അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിതൊരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കഴിപ്പിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ചെന്നിട്ട് കാണാം. ഇങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വെളിയിലിറങ്ങി. അവിടെ നിന്നായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ച് കൊടുത്തു. ഇങ്ങോട്ടൊന്നും ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, ഈസിയായിട്ട് പോയി വിട്ടു. അവിടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളായിരുന്നു, 6 മണിക്ക് മുമ്പ് പുറത്തിറങ്ങണം. പിന്നെ ഇതുപോലെ റോഡിലൊന്നും ഇറങ്ങി നിന്ന് പടമൊന്നും എടുക്കരുതെന്ന്. കാരണം നമുക്ക് സാമാന്യ ഒരു ഇതുള്ളവർക്കൊന്നും ഈ ഒരു റോഡ് കണ്ട് അവിടെ ഇറങ്ങി നിന്ന് പടമൊന്നും എടുക്കാൻ തോന്നത്തില്ല. കാരണം ഫുള്ള് ഇരുട്ടും. വല്ലപ്പോഴും ഒക്കെ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലായി. നല്ല ആനിമൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മളോട് വഴിയിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന് പറയുന്നത്. പിന്നെ ഗ്ലാസും അങ്ങനെ തുറന്നെടുക്കരുത്. കാരണം ഈ കുരങ്ങുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചാടി വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കുണ്ടല ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറുന്നതിന് 4 വീലറിന് ഒരു 20 രൂപ കൊടുക്കണം. വലിയ വാഹനങ്ങളൊന്നും അകത്തോട്ട് കയറ്റത്തില്ല. അതായത് ബസ് പോലുള്ള വാഹനങ്ങളൊന്നും അകത്തോട്ട് കയറ്റത്തില്ല. കാറ് നമുക്ക് ഇങ്ങോട്ട് കയറും. വഴി കുറച്ച് കൺജസ്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ കുണ്ടല ഡാമിലെത്തി. അപ്പോൾ നിന്ന് ചേട്ടാ ഫോട്ടോസ് വേണമെന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം പുറകെ നടന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് നമ്മൾ ഫോട്ടോസ് എടുത്തു. പക്ഷേ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം നമുക്ക് അടിപൊളി കുറേ ഫോട്ടോസ് കിട്ടി. അപ്പോൾ 1-2 ഫോട്ടോസ് നമ്മളിവിടെ കാണിക്കും കേട്ടോ. ഫോട്ടോ എടുപ്പിക്കണമെന്നുള്ള തീരുമാനം വളരെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു 2-3-4 ഫോട്ടോയൊക്കെ ഞങ്ങൾക്ക് ആ ചേട്ടൻ എടുത്തു തന്നായിരുന്നു. ഒരു 100 രൂപയായിരുന്നു തോന്നുന്നു 4 ഫോട്ടോ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആൾക്കാർക്ക് ബോട്ടിങ് വന്നു. നമുക്ക് ബോട്ടിങ്ങിൽ പോകാൻ വേണ്ടി നോക്കാം. അപ്പം നമ്മളവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് 20 രൂപ, കോപ്പി ആയിട്ട് തരുവാണ്. പ്രിൻ്റ് എടുക്കുവാണെങ്കിൽ 50 രൂപ വെച്ചിട്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പ്രിൻ്റ് വേണം മാഷേ. അങ്ങനെ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് വട്ടവട പോയതുകൊണ്ട് അവിടെ നിന്ന് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ആദ്യം നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ചെറിയൊരു കട കിട്ടി കേട്ടോ. ഒരു കുഞ്ഞു കട. അവിടെ മാഗി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി. പിന്നെ നമ്മൾ മാഗിക്ക് ഓർഡർ കൊടുത്ത് 2 മാഗിയും പിന്നെ ആണെങ്കിൽ മുട്ട വെച്ചിട്ടൊരു സാൻഡ്വിച്ച് പോലെ മുട്ട സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആദ്യം തന്നെ നമ്മുടെ എഗ് സാൻഡ്വിച്ച് വന്നു. വലിയ തരക്കേടില്ലാത്ത രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മാഗിയും വന്നു. അപ്പോൾ അത് രണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു കഴിഞ്ഞു. അത്രയും ആ കുന്നും മലയെല്ലാം കയറി ഇറങ്ങിയതല്ല. നമ്മൾ ഏകദേശം ഒരു രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് നമ്മൾ ആ വട്ടവട പോയ സമയത്ത് ഒരു സോഡ മാത്രമാണ് കുടിച്ചത്. അപ്പോൾ അതേ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ 5 മണിയായപ്പോൾ ബോട്ടിങ് ക്ലോസ് ആയെന്ന് പറഞ്ഞു. നമ്മളിനി ബോട്ടിങ്ങിനൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് വന്നാൽ 2 ടിക്കറ്റ് കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ തിരിച്ച് വിളിച്ചു. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിന് എന്തായാലും കയറാൻ ഭാഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് 2 ടിക്കറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ചവിട്ടുന്ന പെഡൽ ബോട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബോട്ടിങ്ങിന് കയറാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം 5 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നമുക്ക് 2 ടിക്കറ്റ് തന്നതാണ്. അപ്പോൾ എൻ്റെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് വളരെ ബോറായിപ്പോയല്ലേ, ആകെ കറുത്ത് ആകെ നാശമായിപ്പോയി. അതുകൊണ്ട് ഞാനാണെങ്കിൽ ആ സമയത്ത് ഒരു ഷോർട്സ് ഒക്കെ ഇടാനെ കൊണ്ട് നോക്കിയിട്ട് എനിക്ക് ആ ജാക്കറ്റ് ഭയങ്കര ബോറായതുകൊണ്ട് വലിയ എടുപ്പ് തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഷോർട്സ് അന്നേരം ഇട്ടില്ലായിരുന്നു കേട്ടോ. അവർ 1 മണിക്കൂർ നമുക്ക് അതിനകത്ത് ലേക്കിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടൊക്കെ അടക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു. ബോട്ട് സവാരിയും നമ്മുടെ ബോട്ട് സവാരി ഫിനിഷ്. ഇവിടാണോ ഒതുക്കണ്ട? അങ്ങനെ നമ്മുടെ ബോട്ട് സവാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേയുടെ വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഡ്രൈ ഫ്രൂട്ട് സ്ട്രോബെറി വാങ്ങിച്ചിട്ട് ആകെ കോമഡി ആക്കിയ ഒരു കഥ. അതേ ഈ സ്ട്രോബെറി ആയിരുന്നു കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടാണ് ഒറിജിനൽ സ്ട്രോബെറി ആണെന്നും പറഞ്ഞ് കിടന്ന് തർക്കിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അവിടെ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. പാക്കറ്റൊക്കെ ആയിട്ട് നമ്മൾ പേടിച്ചാണ് പോയത്. കടക്കാർക്ക് ഭയങ്കര ശല്യമായിരുന്നു. അവർ കസേരയൊക്കെ ഇട്ട് തട്ടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. അതിന് ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുരങ്ങുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുണ്ടല ഡാം കണ്ടു കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു ബോട്ടിങ്ങിന് പോയി. നമ്മൾ ഒത്തിരി ദൂരമൊന്നും പോയില്ല. അതായത് 5 മണിക്ക് ക്ലോസിങ് ആയിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ 4:59 ആയപ്പോൾ ചെന്ന് കയറി. കുറച്ച് കാര്യങ്ങളുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ടായിരിക്കും കാലൊക്കെ വേദനിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇനി പോകുന്നു. പിന്നെ അടുത്തത് നമ്മളെന്തോ എക്കോ പോയിന്റ് അല്ലേ, എക്കോ പോയിന്റിലേക്ക് പോകും. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല തിരക്കാണ്. എക്കോ പോയിന്റ് സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവരുടേതായ ജീപ്പും പിന്നെ ടൂറിസ്റ്റ് വണ്ടികളും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ പിന്നെ കുറേ കടകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ മുന്നോട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട് നമ്മുടെ കാറാണെങ്കിൽ ആകെ പൊടി പിടിച്ച് പോകുന്ന വഴി മുഴുവൻ പൊടിയൊക്കെ പറപ്പിച്ച് പൊടി ഫുള്ള് പൊടിയായിട്ടിരിക്കുന്നത്. കാറ് മാത്രമല്ല നമ്മളും. കാരണം ആ ജീപ്പിൽ വട്ടവട പോയപ്പോൾ ആ ഇട്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ പൊടിയായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലെത്തി. എല്ലാവർക്കും പറ്റിയോ? വേണ്ട എടുത്തായിരുന്നു.
ഇവിടെ നിന്ന് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കയറ്റി തരുന്നു? ഫോൺ കയറ്റി എങ്ങനെ? കേബിളുണ്ടോ? നിങ്ങളുടെ കേബിളുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ എക്കോ പോയിന്റിൽ നിന്ന് തിരിച്ചു കയറി നമ്മൾ ചില്ലറ പർച്ചേസ് ഒക്കെ നടത്തി. ഈ ഒരു പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പേഴ്സിൻ്റെ പണിക്കൂറ്റൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ മുതൽ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സിപ്പുള്ള ടൈപ്പായിരുന്നു കേട്ടോ ഇഷ്ടം. കാരണം നമ്മൾ എവിടെയെങ്കിലും ചില്ലറ പൈസ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ മറ്റേ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എല്ലാം ചില്ലറ പൈസ ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. ആ ഒരു ടൈപ്പ് നോക്കിയിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ മൂന്നാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ എക്കോ പോയിന്റിൽ പോയി. അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ പിള്ളേർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ അടിക്കുന്ന ഒരു അത് വലിയ ഹൈറ്റ് ഒന്നുമില്ല. ജസ്റ്റ് ആ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ലേക്കിൻ്റെ സൈഡിൽ നിന്ന് ഉള്ള കോല് മാത്രമേ ഉള്ളൂ. എന്നാലും അവിടെ പോയിട്ട് ഞാൻ തേടി നടന്നൊരു സാധനം കിട്ടി, ഒരു ബസ്. എൻ്റെ ആണെങ്കിൽ ഇത് പോയിട്ട് കുറച്ചതായിരുന്നു, അത് കിട്ടി. അങ്ങനെ ഒരു വേറെ മാത്രം അവിടെ ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ കയറിയതേ ഉള്ളൂ. അപ്പോൾ എക്കോ പോയിന്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ അടുത്ത സ്ഥലം വല്ലതും പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് 5:44 ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇരുട്ടാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. ഇവിടെ വഴിയൊന്നും പരിചയമില്ലല്ലോ. അപ്പം രാത്രി ഡ്രൈവിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്താ പരിപാടിയെന്ന് പറയാം, നമുക്ക് നോക്കാം. ഇതാണ് ഗേസ് മാട്ടുപ്പെട്ടി ഡാം. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും കണ്ടായിരുന്നു. ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉള്ളു. അപ്പം ഇത്രയും സമയം വൈകിയ സ്ഥിതിക്ക് നമ്മൾ ഇനി ഇവിടെ ബോട്ടിംഗ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടാകും. കാരണം 5 മണി വരെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ലേക്കിനകത്ത് ബോട്ടിംഗ് ഉണ്ട്. രാവിലെ നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ബോട്ടിംഗ് ഒക്കെ കാണാമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി റൂമിലോട്ട് പോവാം. നേരമൊക്കെ സന്ധ്യയാവാറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലോട്ട്. ഒരു 10-20 കിലോമീറ്റർ മുകളിലുണ്ടെന്ന് തോന്നില്ലേ. അപ്പോൾ നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ്. അപ്പം ഇനി ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിയെടുക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമ്മൾ രാവിലെ തന്നെ നാളത്തെ നമ്മുടെ Day 2 യാത്രകളും കണ്ടിന്യൂ ചെയ്യും. മാട്ടുപ്പെട്ടി ഡാം കാണുന്നോ? വേണ്ട എന്തിനാ വെറുതെ സമയം. കുണ്ടല ഡാം പോലൊക്കെ തന്നെ ഡാമല്ല, ഒരുപോലെ തന്നെ. അതെ, നമ്മളൊരു ഡാമിലിറങ്ങി എല്ലാം വിശദമായിട്ടൊക്കെ കണ്ടല്ലോ. ബോട്ടിങ്ങും പോയി. പിന്നെ ഇവിടെ ഇറങ്ങിയാലും ഈ കാറിലിരുന്ന് കാണുന്നൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. നമ്മൾ റോസ് ഗാർഡനൊക്കെ നാളെ പറ്റുമെങ്കിൽ പോകല്ലേ. നമുക്ക് നേരെ ഇനി റൂമിലോട്ട് ഇടാം. നമ്മൾ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. നമ്മൾ ഇന്ന് ആദ്യം പോയത് എവിടെയായിരുന്നു? എന്താ പോയിന്റ് ആയിരുന്നു? ടോപ്പ് സ്റ്റേഷനായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വട്ടവട പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ലായിരുന്നു. ജീപ്പ് സവാരിയൊക്കെ അടിപൊളി കിടലിനായിരുന്നു. പിന്നെ നമ്മൾ 2 ഡാം കണ്ടു, ഒരു ബോട്ടിങ് പോയി. അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് സമയം വരെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. നാളെ നമുക്ക് അടുത്ത കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും 3 വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു വ്ളോഗ് കാണാം. ടാറ്റാ. അപ്പോൾ നമുക്ക് 3 വ്ളോഗിൻ്റെ അടുത്ത പാട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.